ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ആയുർവേദ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. കാല് വിള്ളുന്ന വാതരോഗത്തിന് വേണ്ടിയുള്ള ചെറിയ പൊടികൈകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ടിപ്പ് 1: കദളിപ്പഴവും മ്ലാവിന്റെ നെയ്യും സമം എടുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ച് കാൽപാദം വിള്ളുന്ന ഭാഗത്ത് പുരട്ടുക. അടുത്തത് അത്തിയുടെ കറ എടുത്തതിന് ശേഷം ഈ കാൽപാദം വിണ്ട് കീറിയ ഭാഗത്ത് പുരട്ടുക. അടുത്തത് ഇടിഞ്ഞിൽ അരച്ച് ഈ വിണ്ട് കീറുന്ന ഭാഗത്ത് പുരട്ടുക. അടുത്തത് കാട്ടുപന്നിയുടെയോ സാധാ നാട്ടുപന്നിയുടെയോ നെയ്യ് ഈ വിണ്ട് കീറിയ കാൽപാദത്തിൽ പുരട്ടുക. അടുത്തത് കാട്ടുള്ളി അടുപ്പിലിട്ട് ചുട്ടെടുത്തതിന് ശേഷം ഇത് ഈ കാൽപാദത്തിൽ ഉരസുക. മാവിന്റെ തോല് വെട്ടുമ്പോൾ ഉണ്ടാകുന്ന കറ എടുത്ത് ഈ പാദം വിണ്ട് കീറുന്ന ഭാഗങ്ങൾ പുരട്ടുക. അത് കാരക്ക, പൊന്മെഴുക്, ഇന്തുപ്പ് ഇവ നല്ലതുപോലെ അരച്ച് എരുമ നെയ്യിൽ പുരട്ടുക. അടുത്തത് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒരാഴ്ച കഴിക്കുക. അടുത്തത് തേങ്ങാ വെള്ളത്തിൽ പച്ചരി ഇട്ട് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് സ്മെല്ലായി തുടങ്ങും. ഇതിനെ നല്ലതുപോലെ അരച്ച് ഈ പാദം വിണ്ട് കീറുന്ന ഭാഗങ്ങൾ പുരട്ടുക. അടുത്ത ടിപ്പ്: ഉലുവയും മൈലാഞ്ചിയും അരച്ച് ഈ വിണ്ട് കീറുന്ന ഭാഗങ്ങളിൽ ഏകദേശം ഒരു 2 ആഴ്ച പുരട്ടുക. ഓക്കെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കാൽപാദം വിണ്ട് കീറുന്നതിന് വേണ്ടിയുള്ള അടുത്ത ഒരു ടിപ്പ്: കനകാമ്പരത്തിന്റെ ഇല അരച്ച് ഈ വിണ്ട് കീറുന്ന ഭാഗങ്ങൾ പുരട്ടുക. അടുത്ത ഒരു ടിപ്പ്: മഞ്ഞളും കറിവേപ്പിലയും തൈരിൽ അരച്ച് ഈ വിണ്ട് കീറുന്ന കാൽപാദങ്ങൾ പുരട്ടുക. അടുത്തത് താമരയുടെ ഇല കരിക്കുക. ഇത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഈ കാൽപാദങ്ങൾ വിണ്ട് കീറുന്ന ഭാഗങ്ങൾ പുരട്ടുക. അടുത്തത് എരുമ നെയ്യ് പുരട്ടുക. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കാൽപാദം വിണ്ട് കീറുന്നതിനുള്ള ചില പൊടികൈകളാണ് ഞാൻ ഈ ആയുർവേദ ടിപ്പിൽ കൂടി പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സ്ഥിരമായി കുറച്ച് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ കാല് വിണ്ട് കീറുന്നത് ശമിക്കുന്നതാണ്.